Okay, so നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്ന വീഡിയോ മാറ്റി ഈ ഒരു ഫൈനൽ സെറ്റപ്പിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 100K സ്പെഷ്യൽ വീഡിയോ ആണ്. ഇനി 100K സ്പെഷ്യൽ വീഡിയോയും കൂടെ വരാനുണ്ട്. ഇത് ഫസ്റ്റ് 100K സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഒരുപാട് താങ്ക് യു ഉണ്ട്. നമ്മൾ 100K സബ്സ്ക്രൈബേഴ്സ് എത്തിയിരുന്നല്ലോ. സോ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ് ഈ നമ്മുടെ സ്റ്റുഡിയോ ടൂറൊക്കെ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സെറ്റപ്പ്. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 1 by 1 എല്ലാ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റിലേക്ക്, ഞാൻ കാണിച്ച നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സൗണ്ട് അല്ലേ. കാരണം ഞാനിപ്പം റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ഫോൺ, ഇപ്പം ഞാൻ ഫോൺ വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പോക്കോ F1 വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മളിൽ മിക്കവരുടെ കയ്യിലും DSLR ഇല്ല, ഫോൺ വെച്ചാണ് എല്ലാവരും റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യൂട്യൂബ് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. സോ ഞാനിപ്പോൾ ഫോൺ വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എൻ്റെ സൗണ്ട് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഫോണിൻ്റെ മൈക്കിലൂടെയാണ്. സോ ഫോൺ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. സോ എനിക്കിങ്ങനെ കുറച്ചുകൂടി ഫോഴ്സിൽ പറയേണ്ടി വരുന്നുണ്ട്, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി. അതുമാത്രമല്ല ചുറ്റുമുള്ള നോയ്സും പിന്നെ ഇക്കോ ഒക്കെ അതിനകത്ത് കയറുന്നുണ്ടല്ലേ. സോ അതുകൊണ്ട് നമുക്കതൊന്ന് മാറ്റിയെടുക്കണം. കാരണം നമ്മളെപ്പോഴും വീഡിയോ മാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ യൂട്യൂബ് വീഡിയോസിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലി ഇങ്ങനത്തെ നിങ്ങൾ വീഡിയോ ഇരുന്ന് ഫോണിലേക്ക് നോക്കി സംസാരിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഓഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോമ്പനൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓഡിയോ. ഞാൻ യൂസ് ചെയ്യുന്ന കോളർ മൈക്ക് ബോയ എന്ന കമ്പനിയുടെ കോളർ മൈക്കാണ്. എനിക്കൊന്ന് മിക്ക എല്ലാ യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്ന ഇതേ കോളർ മൈക്കാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചപ്പോൾ അറൗണ്ട് 1000 രൂപയാണ് എൻ്റെ അപ്രോക്സിമേറ്റ്ലി. ഇപ്പം ഇതിൻ്റെ പ്രൈസ് 1000 രൂപയാണ്, 900 സംതിങ് ആണ്. സോ നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ചിലവാക്കാൻ ഇല്ലെങ്കിൽ, ഏറ്റവും വില കുറഞ്ഞ, എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു അഫോർഡബിൾ ആയ ലോക്കൽ ഷോപ്പിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയ ഒരു ലേബിൾ മൈക്ക് കിട്ടും. അത് വാങ്ങിച്ചാൽ മതി. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. സോ ഫസ്റ്റ് തുടങ്ങുമ്പം എന്തായാലും ഈ ഒരു എന്താ പറയുന്നത് ഫോണിൻ്റെ മൈക്ക് യൂസ് ചെയ്യാതെ അത് ഒഴിവാക്കി, അതിൻ്റെ യൂസ് ഒഴിവാക്കി ഇങ്ങനത്തെ ഒരു ലേപ്പിൾ അല്ലെങ്കിൽ കോളർ മൈക്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് ഫോണിൻ്റെ മൈക്കിലൂടെയാണ്. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് ഈ ബോയ മൈക്കിൻ്റെ കോളർ മൈക്കിലൂടെയാണ്. സോ കണ്ടില്ലേ, ആ ഒരു വ്യത്യാസം കണ്ടില്ലേ, നല്ലൊരു വ്യത്യാസമുണ്ട്. നോയ്സ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു ബാസും കുറച്ചുകൂടെ ഒരു നല്ല എഫക്റ്റ് നിങ്ങളുടെ സൗണ്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുപോലത്തെ ഒരു കോളർ മൈക്കിലായിരിക്കണം. ഞാൻ ഈ കോളർ മൈക്ക് പ്ലഗ് ചെയ്തിരിക്കുന്നത് എൻ്റെ ലാപ്ടോപ്പിലേക്കാണ്. നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ നേരെ നിങ്ങൾക്ക് ഫോണിലേക്കും പ്ലഗ് ചെയ്ത് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ കഴിയും. സോ സൗണ്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയർ ആയി. നെക്സ്റ്റ് വളരെ ബോറിംഗ് ആയ സംഭവം എന്താണ്? ഈ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭിത്തിൻ്റെ കളർ ഉണ്ടല്ലോ, ഈ ലൈറ്റ് യെല്ലോ, ലൈറ്റ് ഓറഞ്ച്, റൈറ്റ് ലെഡ്, ഈ ലൈറ്റ് പിങ്ക് ഒക്കെ മിക്ക എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഭിത്തിൻ്റെ കളറാണ്. അതുകൊണ്ട് അതിലൊരു പ്രത്യേകത ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ വീഡിയോയിനൊരു പ്രൊഫഷണൽ ടച്ച് കിട്ടുന്നില്ല. സോ നമുക്ക് നമ്മുടെ ചുമരൊന്ന് പ്രൊഫഷണൽ ആക്കാം. സോ നമ്മൾ ആ ഒരു ബോറിങ് ചുമരിൻ്റെ കളർ മാറ്റി കംപ്ലീറ്റ്ലി ഗ്രേ ആക്കി, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ ആക്കി. അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഓൺലൈൻ നമുക്ക് മേടിക്കാൻ കിട്ടും. സെൽഫ് എഡേസീവ് വാൾപേപ്പർ എന്നാണ് പറയുന്നത്. ഇത് ഒട്ടിക്കാൻ വളരെ ഈസിയാണ്. 2 പേരുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാൻ കഴിയും. മെയിൻലി എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി പശയുണ്ട്. ആ പശേൻ്റെ മേളിൽ നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ മേടിക്കാറില്ല ഒട്ടിക്കാൻ വേണ്ടിയൊക്കെ, സെയിം സംഭവമാണ്. സോ പശയുണ്ട്, പശേൻ്റെ മേളിൽ വേറൊരു പ്ലാസ്റ്റിക് ഒട്ടിച്ച് വെച്ചേക്കാണ്. ആ സംഭവം, ആ ഒരു പേപ്പർ എടുത്ത് മാറ്റി നേരെ ഒട്ടിച്ച് കൊടുത്താൽ അവിടെ അങ്ങ് ഇരിക്കും നല്ല രസമായിട്ട്. സോ ഇതിൻ്റെ ഒരുപാട് സ്റ്റൈൽസും ഒരുപാട് പാറ്റേൺസ് ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടം ഈ പ്ലെയിൻ ഡിസൈനാണ്, അതും ന്യൂട്രൽ കളറായ ഗ്രേ. നെക്സ്റ്റ് ചേഞ്ച് ആണ് ഈ ടേബിൾ. സോ ഇതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്തത് വുഡൻ ടേബിളാണ്. പക്ഷേ ഞാൻ ആ വുഡൻ ടേബിളിൻ്റെ മേളിൽ ഇതെനിക്ക് മാർബിൾ അല്ല, ഇതും ഇതുപോലെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു സെൽഫ് എഡേസീവ് വാൾപേപ്പർ അല്ലെങ്കിൽ ടേബിൾ ടോപ്പാണ്, ടേബിൾ കവറാണ്. ഞാൻ വൈറ്റ് കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ആവും താഴെ നിന്ന്. വൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് കളർ ചൂസ് ചെയ്തത്. ഇതിനും ഒരുപാട് രീതിയിലുള്ള പാറ്റേൺസ് ഡിസൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഈ വാൾപേപ്പറിനെ, പിന്നെ ഈ ടേബിളിൻ്റെ ടോപ്പുള്ള ഈ പേപ്പറിനെ രണ്ടിൻ്റെയും ബൈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. സോ നമ്മൾ സൗണ്ട് സെറ്റ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സെറ്റായി, ടേബിളും സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് വീഡിയോൻ്റെ ക്വാളിറ്റി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഒരു സ്മാർട്ട് ഫോണിലാണ്, പോക്കോ F1-ലാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു DSLR ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അതിലും ഷൂട്ട് ചെയ്യാൻ കഴിയും, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സ്മാർട്ട് ഫോണിലാണ്. സോ നിങ്ങളുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ക്യാമറ, അത് ഫോൺ ക്യാമറ ആയാലും അല്ലെങ്കിൽ DSLR ആയാലും, അതിൻ്റെ മാക്സിമം ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് പ്രോ മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോക്കോ F1 ഡിഫോൾട്ട് ക്യാമറ വെച്ചാണ്, അതിൻ്റെ ഓട്ടോമാറ്റിക് സെറ്റിംഗ്സിൽ. വീഡിയോ ക്വാളിറ്റി ഓക്കെ ആണ്. പക്ഷേ നിങ്ങൾ മാനുവൽ മോഡ് അല്ലെങ്കിൽ പ്രോ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ വളരെ നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ കഴിയും. സോ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് ഓപ്പൺ ക്യാമറ ആപ്പ്. വേറെയും ഒരുപാട് നല്ല നല്ല പ്രോ ക്യാമറ ആപ്സ് ഉണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഓപ്പൺ ക്യാമറയാണ്. കാരണം ബാക്കി ഒരുപാട് നല്ല ആപ്പുകൾ പെയ്ഡ് ആപ്സ് ആണ്. ഓപ്പൺ ക്യാമറയുടെ പ്രോ അല്ലെങ്കിൽ കംപ്ലീറ്റ് വെർഷനും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പ്ലേ സ്റ്റോറിലുണ്ട്. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. എല്ലാവരും പ്രോ മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡ് യൂസ് ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇതിൽ കാണിച്ചു തരാം എങ്ങനെയാണ് മാനുവൽ മോഡ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. സോ മാനുവൽ മോഡ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അറിയേണ്ടത് ഈ 6 കാര്യങ്ങളാണ്. ഫസ്റ്റ് ആണ് ആസ്പെക്ട് റേഷ്യോ, സെക്കൻഡ് ആണ് റെസൊല്യൂഷൻ, തേർഡ് ആണ് അപ്പർച്ചർ, ഫോർത്ത് ആണ് FPS, ഫിഫ്ത്ത് ആണ് ഷട്ടർ സ്പീഡ്, സിക്സ്ത് ആണ് ISO. ഞാനിപ്പോൾ പറഞ്ഞ ഈ സംഭവങ്ങൾ എന്താണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഫോൺ ക്യാമറ അല്ലെങ്കിൽ ക്യാമറ ഇൻ ജനറലിനെ പറ്റിയുള്ള 2 വീഡിയോസ് പാർട്ട് 1 പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക, ഞാനിവിടെ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, സോ ഞാനിപ്പം നമ്മുടെ ഡിഫോൾട്ട് പോക്കോ F1 ക്യാമറയിൽ നിന്ന് ഓപ്പൺ ക്യാമറ ആപ്പിലേക്ക് മാറാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഓപ്പൺ ക്യാമറ ആപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും ചെയ്താൽ, ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും ചെയ്താൽ നമ്മുടെ ഈ ചാനലിന് ഒരുപാട് സപ്പോർട്ട് കിട്ടും. ഞാൻ ഷെയർ ചെയ്ത 6 പോയിന്റ്സ് ഉണ്ടല്ലോ, ആസ്പെക്ട് റേഷ്യോ, റെസൊല്യൂഷൻ, അതൊക്കെ. ഇനി നമ്മൾ ആ ഒരു സംഭവം നമ്മുടെ ഓപ്പൺ ക്യാമറ സെറ്റിംഗ്സിൽ പോയി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ആണ് ആസ്പെക്ട് റേഷ്യോ. സോ മിക്ക എല്ലാ യൂട്യൂബേഴ്സും ഷൂട്ട് ചെയ്യുന്നത് 16:9 ആസ്പെക്ട് റേഷ്യോയിലാണ്. നമ്മളിപ്പം ഉള്ളത് 2:1 ആസ്പെക്ട് റേഷ്യോ ആണ്. സോ അതിൻ്റെ അർത്ഥമാണ് ഹൈറ്റിൻ്റെ ഡബിൾ ആണ് ലെങ്ത്ത്. പക്ഷേ 16:9 ആണെങ്കിൽ അങ്ങനെയല്ല. പക്ഷേ 16:9 ഷൂട്ട് ചെയ്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫോണുകളൊന്നും 16:9 അല്ല. മിക്ക എല്ലാവരും യൂട്യൂബ് വീഡിയോസ് കാണുന്നത് ഫോണിലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ കറുത്ത ബാറ് വരും നമ്മൾ 16:9 ഷൂട്ട് ചെയ്താൽ. നമ്മൾ 2:1 ഷൂട്ട് ചെയ്താൽ ആ ഒരു ബാർ നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ എല്ലാ ഫോണുകളും 1080p മിനിമം 1080p 30 FPS എങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ 1080p ഇല്ലെങ്കിൽ, അതായത് ഫുൾ HD റെസൊല്യൂഷൻ വീഡിയോ സപ്പോർട്ട് ഇല്ലെങ്കിൽ 720 എടുത്താലും മതി, HD എടുത്താലും മതി. പക്ഷേ 1080p ഉണ്ടെങ്കിൽ 1080p എടുക്കുക. സോ ഇതാണ് ഓപ്പൺ ക്യാമറ ആപ്പ്. നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകാം. ഓക്കെ, സോ ഇതാണ് സെറ്റിംഗ്സ്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഈ ഒരു ക്യാമറ API ഫീച്ചർ ഉണ്ടല്ലോ, ഇത് ഇങ്ങോട്ടേക്ക് മാറ്റണം. ക്യാമറ ടു API. നിങ്ങളുടെ മിക്കവാറും ഒറിജിനൽ ക്യാമറ APIയിലായിരിക്കും കിടക്കുന്നത്. അത് മാറ്റി ക്യാമറ ടു API ആക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് വീഡിയോ സെറ്റിംഗ്സ്. വീഡിയോ സെറ്റിംഗ്സിൽ ഫസ്റ്റ് തന്നെ ഉണ്ട് റെസൊല്യൂഷൻ. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ 2:1 റെസൊല്യൂഷനാണ്, 2592 × 1296. നിങ്ങളുടെ ഡിവൈസ് അനുസരിച്ച് ഇത് മാറും. സോ എനിക്ക് 4K വരെ എടുക്കാനുള്ള അതുണ്ട് പോക്കോ F1 ആയതുകൊണ്ട്. നിങ്ങൾക്കതില്ലെങ്കിൽ ഏറ്റവും മാക്സിമം എടുക്കുക. പറ്റുന്നിടത്തോളം 2:1 റേഷ്യോ എടുക്കാൻ നോക്കുക. അതില്ലെങ്കിൽ 16:9 എടുത്താലും മതി. നെക്സ്റ്റ് ആണ് FPS അല്ലെങ്കിൽ ഫ്രെയിം പെർ സെക്കൻഡ്. സോ നോർമലി യൂട്യൂബ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് 30 FPS-ലാണ്. സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് 24 FPS-ലാണ്. നിങ്ങൾക്ക് സ്ലോ മോഷനൊക്കെ ഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 60 FPS-ലൊക്കെ ഷൂട്ട് ചെയ്യാം. പക്ഷേ നോർമലി 30 FPS ആണ്. ഞാനും ഷൂട്ട് ചെയ്യുന്നത് 30 FPS-ലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 25 FPS ഷൂട്ട് ചെയ്യാം, 24 ഷൂട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 30 FPS-ലാണ്. സോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഓപ്പൺ ക്യാമറ ആപ്പിൽ ഈ ഒരു FPS സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, വീഡിയോ ബിറ്റ് റേറ്റ് ഇത് 10 Mbps വെച്ചാൽ മതി. ഓക്കെ, 15 ഇട്ടാൽ കൂടുതൽ ക്വാളിറ്റി കിട്ടും, പക്ഷേ നല്ല സൈസ് ആയിരിക്കും ആ ഒരു വീഡിയോ ഫയലിൻ്റെ. സോ 10 Mbps ഓക്കെയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് 10 Mbps ആണ്. നെക്സ്റ്റ് ആണ് വീഡിയോ ഫ്രെയിം റേറ്റ് അല്ലെങ്കിൽ FPS. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 30-ലാണ്. നിങ്ങൾക്ക് 25-ലും 24-ലും ഷൂട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 30-ലാണ്. സോ FPS സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ആണ് ഷട്ടർ സ്പീഡ്. സോ ഒരു റൂൾ ഓഫ് തമ്പ് ഉണ്ട്, അല്ലെങ്കിൽ 180 റൂൾ എന്ന് പറയാറുണ്ട്. അതനുസരിച്ച് എക്സാക്ട്ലി ഡബിൾ ആയിരിക്കണം. സോ നിങ്ങളുടെ FPS എത്ര നിങ്ങൾ സെറ്റ് ചെയ്തത് അതിൻ്റെ എക്സാക്ട്ലി ഡബിൾ ആയിരിക്കണം നിങ്ങളുടെ ഷട്ടർ സ്പീഡ്. സോ FPS 25 FPS ആണെങ്കിൽ ഷട്ടർ സ്പീഡ് ആയിരിക്കണം 1/50 സെക്കൻഡ്. നിർബന്ധമായിട്ട് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ റെക്കമെൻഡേഷൻ ആണ്. സോ ഷട്ടർ സ്പീഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഓട്ടോയിലാണ് കിടക്കുന്നത്, അത് മാനുവൽ ആക്കണം. M-ൽ ക്ലിക്ക് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുന്നത് 30 FPS ആണ്. സോ 1/60 ആണ് വെക്കേണ്ടത്. പക്ഷേ അതെ, ചിലപ്പോൾ 1/60 വെക്കുമ്പം ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലിക്കർ ഉണ്ട്. സോ എനിക്കത് ഞാൻ മാറ്റി 1/50 ആണ് ആക്കുന്നത്. ഓക്കെ, സോ ഇപ്പം ഫ്ലിക്കർ ഒന്നുമില്ല, എല്ലാം ഓക്കെ ആണ്. ഞാനും എൻ്റെ ഓപ്പൺ ക്യാമറ ആപ്പിൽ ആസ്പെക്ട് റേഷ്യോ, റെസൊല്യൂഷൻ,
പിന്നെ ഷട്ടർ സ്പീഡും FPS എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 5th പോയിന്റ് ആണ് എപ്പർച്ചർ. സോ നിങ്ങളൊരു ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പർച്ചറിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫോണിൻ്റെ എപ്പർച്ചർ ഫിക്സ്ഡ് ആണ്. സോ നിങ്ങളുടെ പ്രൈമറി മെയിൻലി എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രൈമറി ക്യാമറ വെച്ചായിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അത് 48 ആയാലും 12 മെഗാ പിക്സൽ 64 മെഗാ പിക്സൽ എന്തോ ആയിക്കോട്ടെ. സോ നിങ്ങൾ നിങ്ങളുടെ പ്രൈമറി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ എപ്പർച്ചർ ഫിക്സ്ഡ് ആണ്. ഇനി ഫോണിൽ എപ്പർച്ചർ മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ ക്യാമറ മാറ്റണം. സോ വൈഡ് ആംഗിളുടെ എപ്പർച്ചർ വേറെയാണ്, മാക്രോയുടെ എപ്പർച്ചർ വേറെയാണ്. സോ ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്തായാലും പ്രൈമറി ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പർച്ചർ ഫിക്സ്ഡ് ആണ്. നെക്സ്റ്റ് 6th പോയിന്റ് ആണ് ISO. സോ നിങ്ങൾ ഓപ്പൺ ക്യാമറ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ISO ചേഞ്ച് ചെയ്യേണ്ടത്. ISO സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കുറച്ചാൽ മതി. മേളിൽ ISO ഉണ്ട്. ഒരുപാട് കൂട്ടിയാൽ ലൈറ്റ് കൂടും, കുറച്ചാൽ ലൈറ്റ് കുറയും. വേറെ ഏതെങ്കിലും പ്രോ ക്യാമറ ആപ്പ് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പം ISO തൽക്കാലം സെറ്റ് ചെയ്തോ. 100, 200, 300, 400, 600 എത്രയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തോളൂ. ഞാനിപ്പം ഒരു 400 റേഞ്ചിലാണ് ISO വെക്കാൻ പോകുന്നത്. സോ വീഡിയോ ഓഡിയോ ക്വാളിറ്റി ഓൾമോസ്റ്റ് ഓക്കെ ആണ്, അത്രയും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇപ്പം ഓക്കെ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട കാര്യമാണ് സ്റ്റുഡിയോ ലൈറ്റ്സ്. സോ സ്റ്റുഡിയോ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ ചിലവാക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 2 ലൈറ്റ്സ് ആണ്. ഇവിടെയാണ്, ഈ ഭാഗത്താണ് എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കീ ലൈറ്റ് അല്ലെങ്കിൽ മെയിൻ ലൈറ്റ്, എൻ്റെ റൈറ്റ് സൈഡിലാണ് ഫിൽ ലൈറ്റ്. നോർമലി ഈ 2 ലൈറ്റ് സോഴ്സും വെക്കുന്നത് 45 ഡിഗ്രി ആംഗിളിലാണ്. പക്ഷേ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പിന്നെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ആംഗിൾ സെറ്റ് ചെയ്യാൻ കഴിയും. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മെയിൻ ലൈറ്റ് അല്ലെങ്കിൽ കീ ലൈറ്റ് ആണ് ഒരു സോഫ്റ്റ് ബോക്സ് ആണ്. വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ കാർഡ്ബോർഡ് ബോക്സും അതിൻ്റെ അകത്ത് ബൾബ് ഫിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ് ബോക്സ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ആണ്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് പേര് 100 രൂപ 150 രൂപയൊക്കെ ഇതുണ്ടാക്കി കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. സോ അത് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഒരു സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ കഴിയും. എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് അംബ്രല്ല ലൈറ്റ് ആണ്. സോ ഇതാണ് ഫിൽ ലൈറ്റ്. ഒന്നുമല്ല, സെയിം എക്സാക്ട്ലി ഒരു ബൾബ്, ഒരു വെളുത്ത അംബ്രല്ലയുടെ ബാക്കിൽ ഒരു ബൾബ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സോ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ലൈറ്റ് ആണ് ഇവിടുന്ന് എനിക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ISO ഇല്ല, അതെന്തായാലും ഒരു 400, 600 ലെവലായിരിക്കും നിങ്ങളുടെ ISO കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോണിൽ ഇത്രയും ISO കൂട്ടിയിട്ടാൽ നല്ല ഗ്രെയിൻസ് വരും. കാരണം ഫോണിൻ്റെ സെൻസർ നല്ല ചെറിയ സെൻസറാണ്. സോ ISO ശരിക്കും പറഞ്ഞാൽ സെൻസിറ്റിവിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഫേക്ക് ലൈറ്റ് എന്ന് പറയാം. സോ നിങ്ങളുടെ ചുറ്റും നല്ല ലൈറ്റ് ഇല്ലാത്തപ്പം അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ എക്സ്പോഷർ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ISO. സോ ലൈറ്റ് കുറവാണെങ്കിൽ ISO കൂട്ടിയാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷേ ഒരുപാട് കൂട്ടിയാൽ ഗ്രെയിൻസും പിന്നെ വീഡിയോൻ്റെ ക്വാളിറ്റി കണ്ടമാനം കുറയും. സോ ISO കുറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈറ്റ് കൂട്ടണം, അല്ലേ? ലൈറ്റ് കൂട്ടിയാൽ നമുക്ക് ISO കുറയ്ക്കാൻ പറ്റും. ISO കുറച്ചാൽ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ വളരെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ 2 ലൈറ്റ് സോഴ്സും ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഈ 2 ലൈറ്റ് സോഴ്സും ഓൺ ചെയ്തു. പക്ഷെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ടല്ലേ, ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണ് ചിമ്മിക്കുന്ന ബ്രൈറ്റ്നസ്. എൻ്റെ കാരണമാണ് നമ്മൾ ISO കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇതിന് മുന്നേ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ലൈറ്റ് നല്ല കുറവായിരുന്നല്ലോ, അതുകൊണ്ട് ISO കൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ലൈറ്റ് ഇപ്പോൾ ഓഫ് ചെയ്ത് കാണിക്കാം. കട്ട ഇരുട്ടല്ലേ. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഈ മുറിൻ്റെ അകത്തുള്ള ജനാലകൾ ഫുൾ അടച്ച് അതിൻ്റെ മുകളിൽ കർട്ടൻ ഇട്ട് വെച്ചേക്കുവാണ്. അല്ലെങ്കിൽ ഈ പുറത്തുനിന്ന് വരുന്ന ലൈറ്റും ഈ ലൈറ്റും തമ്മിൽ ഭയങ്കര ഇൻ്റർഫറൻസ് ആയിരിക്കും, ഒരു വല്ലാത്തൊരു ലൈറ്റ് കിട്ടും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ വിൻഡോസ് ക്ലോസ് ചെയ്ത് കർട്ടൻ ഇട്ട് വെച്ചേക്കുന്നത്. സോ ഇനി നമ്മൾ ലൈറ്റ് ഓൺ ചെയ്തു. സോ നമുക്കൊന്ന് ISO അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പം റിയൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. നിങ്ങളുടെ ഓപ്പൺ ക്യാമറ ആപ്പിൽ നിങ്ങൾ ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. സോ ഞാനിനി ISO കുറയ്ക്കാൻ പോവാണ്. ഫുൾ 100-ലാക്കിയാൽ നല്ല ഇരുട്ടായിരിക്കും, അല്ലെ? 100 ആണ് മിനിമം ISO. സോ നല്ല ഇരുട്ടാണ്, കുറച്ചുകൂടെ ലൈറ്റ് വേണം. സോ ഞാൻ പതുക്കെ കൂട്ടാൻ പോവാണ്. സോ ഇത് എനിക്കൊന്ന് നല്ല നാച്ചുറൽ ലൈറ്റ് ആണല്ലേ, ഓക്കെ ആണ്, നല്ല നാച്ചുറൽ ആയി ഫീൽ വരുന്നുണ്ട് അല്ലേ. വലിയ അങ്ങനെ ഒരു ഭയങ്കര ബ്രൈറ്റ്നെസ്സും ഇല്ല, നല്ല ഡാർക്കായിട്ട് ഇരിക്കുന്നില്ല. സാരമില്ല, ഇപ്പോൾ ചെറുതായിട്ട് ഡാർക്കായി പോയാലും നമുക്ക് എഡിറ്റിങ്ങിൽ അത് ബ്രൈറ്റ് ആക്കാൻ പറ്റും. സോ ഇത് ഓക്കെയാണ്, ഇപ്പോൾ നോർമലാണ്, ഓക്കെ, ഇറ്റ്സ് ഫൈൻ. സോ നമ്മൾ ആസ്പെക്ട് റേഷ്യോ, റെസൊല്യൂഷൻ, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO പിന്നെ FPS ഈ 6 കാര്യങ്ങൾ ഇപ്പം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ എഫക്റ്റ് കിട്ടുന്നില്ല, അല്ലേ, ആ ഒരു പ്രൊഫഷണൽ ലുക്ക്. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാണ്ട്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം കാലിയായി കിടക്കുകയാണ്. നിങ്ങൾക്ക് കാലിയായി ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. വേറെ എന്തെങ്കിലും ഫ്രെയിമോ ഒക്കെ തൂക്കിയിടാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാനൊരു ഗിറ്റാറാണ് വെക്കുന്നത്. സോ ഞാൻ ആ ഗിറ്റാർ എടുത്ത് ഇപ്പം ഫ്രെയിമിലേക്ക് വെക്കാൻ പോവുകയാണ്. സോ ഗിറ്റാർ ബാക്കിൽ സെറ്റായി. ഇനി ടേബിളിൻ്റെ പുറത്തുള്ള പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ എന്തായാലും ലാപ്ടോപ്പ് വെക്കാറുണ്ട് റിഫർ ചെയ്യാൻ വേണ്ടി, നോട്ട്സ് ഒക്കെ റിഫർ ചെയ്യാൻ വേണ്ടി. സെക്കൻഡാണ് നമ്മുടെ ഈ ചെടിച്ചട്ടി. ഓക്കെ, സോ ഞാനിങ്ങനെ വെക്കും. ഓക്കെ, സോ അത് നന്നായി. നെക്സ്റ്റ് ആണ് നമ്മുടെ മഗ്. ഓക്കെ,
സോ ഈ രണ്ട് കാര്യങ്ങൾ സെറ്റായി. സോ വീഡിയോ ഓൾമോസ്റ്റ് റെഡിയായി. ഫൈനൽ ടച്ച് കൊടുക്കാനുണ്ട്. അത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ എഡിറ്റിംഗ് ആപ്പിലാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് വണ്ടർഷെയർ ഫിൽമോറ. നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് വണ്ടർഷെയർ ഫിൽമോറ. നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്പ് ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ആപ്പിലും ഞാനിപ്പം കാണിക്കാൻ പോകുന്ന ചില സെറ്റിംഗ്സ് ഒക്കെ അതിലും കാണും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത്. സോ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തഡാണ്. സോ ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ക്വാളിറ്റി കിട്ടണമെന്നില്ല. പതുക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങളൊരു ഫൈനൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തും. സോ നമുക്ക് നോക്കാം ഞാൻ എങ്ങനെയാണ് ഫിൽമോറയിൽ ഇത് കളർ കറക്റ്റ് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് വണ്ടർഷെയർ ഫിൽമോറ സോഫ്റ്റ്വെയർ. ഞാൻ കട്ടിങ് എഡിറ്റിംഗ് അല്ല കാണിച്ചു തരാൻ പോകുന്നത്, കളർ കറക്ഷൻ ആണ്. സോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്, നമ്മുടെ ഗൂഗിൾ പിക്സൽ 4a വീഡിയോ ആണ്. സോ ഇതിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ കളർ കറക്റ്റ് ചെയ്യുന്നത്. വീഡിയോ സെലക്ട് ചെയ്ത് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, അഡ്വാൻസ്ഡ് കളർ ട്യൂണിങ്, അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഈ റൂമിൻ്റെ സെറ്റിംഗ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. സെയിം ടേബിൾ, സെയിം വാൾ, സെയിം ലൈറ്റ്, ഓൾമോസ്റ്റ് എല്ലാ റൂം സെറ്റിംഗ്സ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രീസെറ്റ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തിട്ട് ആ പ്രീസെറ്റ് സേവ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് എല്ലാം തവണ ഓരോരോ കളർ അല്ലെങ്കിൽ ഓരോരോ പ്രോപ്പർട്ടി പോയി മാറ്റാതെ ആ ഒരു പ്രീസെറ്റ് അപ്ലൈ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് കളർ കറക്റ്റ് ആകും. ഓൾ പ്രീസെറ്റ്, കസ്റ്റം, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രീസെറ്റുകൾ. സോ വ്യത്യാസം കണ്ടില്ലേ, രണ്ടിലും നല്ല വ്യത്യാസമുണ്ട് അല്ലേ, ഒരു ക്വാളിറ്റി മാറിയിട്ടുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രീസെറ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ എക്സാക്ട്ലി അത് സെയിം കിട്ടണമെന്നില്ല. നിങ്ങളുടെ ലൈറ്റ് സെറ്റിങ്ങും നിങ്ങളുടെ റൂമിൻ്റെ സെറ്റിങ്ങും ഒക്കെ അതനുസരിച്ച് അത് മാറും. എന്നാലും എൻ്റെ പ്രീസെറ്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സോ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയാൽ ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന വൈറ്റ് ബാലൻസ്, കളേഴ്സ് അല്ലേ, ലൈറ്റ്, റൂം സെറ്റിങ്സ് മാത്രമല്ല നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ആപ്പ് അനുസരിച്ച്. സോ ആപ്പിൽ ഇതെല്ലാം ഓപ്ഷൻ കാണണമെന്നില്ല. അത് ചിലപ്പോൾ മിക്കവാറും ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, വൈബ്രൻസ് ഒക്കെ ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ നിങ്ങളുടെ ഫൈനൽ പ്രോഡക്റ്റ്. സോ ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ. ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ്, എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഫിഡൻസ് ആണ് ഈ പറഞ്ഞ ലൈറ്റും സൗണ്ടും പിന്നെ ഈ ടേബിൾ, വാള്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, DSLR, ഇതിനേക്കാളും ഏറ്റവും വലിയ സംഭവമാണ് കോൺഫിഡൻസ്. സോ നിങ്ങൾ ഏത് സംഭവം പ്രസൻറ്റ് ചെയ്താലും നല്ല കോൺഫിഡൻസോടെ പ്രസൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.